ജിസ്മിത് ജെ ജെയിംസ്. ഞാൻ കോട്ടയം ജില്ലയിലെ വാഗമൺ എന്ന പ്രദേശത്തു നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തിയാണുള്ളത്. അച്ഛൻ CCI പള്ളിയിൽ ചർച്ച് വർക്കറായിട്ട് ജോലി ചെയ്യുന്നു. അമ്മ ഹൗസ് വൈഫാണ്. അനിയത്തി ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ജോലി ഇതിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിപ്പോൺ പെയിൻസിൽ തൊടുപുഴയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു കോഴ്സിനെ പറ്റി അറിയുന്നത്. അപ്പോൾ എനിക്ക് വളരെ താല്പര്യമുള്ളൊരു മേഖല ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് അങ്ങനെ പാലക്കാട് ജില്ലയിലെ MDയിൽ 6 മാസത്തെ ഗ്രാഫിക്സ് ആൻഡ് വെബ് ഡിസൈനിങ് കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്തു. കൊറോണ കാലയളവിന് ശേഷം 2021 ഡിസംബർ മാസമാണ് ക്ലാസ് വീണ്ടും റീസ്റ്റാർട്ട് ആയത്. 25 കുട്ടികളായിരുന്നു ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്, വെബ് ഡിസൈനിങ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, പിന്നെ ഫോട്ടോഗ്രാഫി, അങ്ങനെ 4 വിഭാഗങ്ങളായിട്ടാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. എനിക്ക് ഫോട്ടോഗ്രാഫി നേരത്തെ ഇഷ്ടമായിരുന്നെങ്കിലും ഫോട്ടോഗ്രാഫിയുടെ കൂടുതൽ ടെക്നിക്സും ലൈറ്റ് പെയിൻറ്റ് പോലുള്ള കൂടുതൽ ടെക്നിക്കുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടുത്തെ കോഴ്സിന് ചേർന്നതിന് പിന്നെയാണ്. പിന്നെ വെബ് ഡിസൈനിങ് ഒരു പുതിയ ഗ്രാഫിക് ഡിസൈനിങ്ങും ഒരു പുതിയ മേഖല പോലെയായിരുന്നു. പേപ്പറിലൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ഡിസൈനിങ്ങിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനും ബ്രാൻഡിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു കോഴ്സിന് ചേർന്നതിന് ശേഷമാണ്. നമ്മുടെ പാഷൻ കൂടുതലായിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് കോഴ്സ് സഹായിച്ചു. സോഫ്റ്റ് സ്കില്ലിൻ്റെ ട്രെയിനിങ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും ഞാൻ സംസാരിക്കാനൊക്കെ ഭയങ്കര പുറകോട്ടുള്ള ആളായിരുന്നു. എങ്കിലിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞത് ഇവിടുത്തെ ഇംഗ്ലീഷിൻ്റെ ട്രെയിനിങ് ക്ലാസ്, സോഫ്റ്റ് സ്കില്ലിൻ്റെ ട്രെയിനിങ് ക്ലാസ്സൊക്കെ ആയിരുന്നു. ആളുകളുടെ മുന്നിലൊക്കെ നിന്ന് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. വാൽക്കരൂരിൽ എനിക്ക് ജോലി കിട്ടിയപ്പോഴും അവിടെയും ഇൻ്റർവ്യൂവിലൊക്കെ ഇംഗ്ലീഷാണ് ഉപയോഗിച്ചത്. അതിനെല്ലാം എനിക്ക് കഴിഞ്ഞത് ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെയാണ്. പിന്നെ എല്ലാ അധ്യാപകരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെടുന്നത്. ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഭക്ഷണവും താമസവും ഒക്കെ സൗജന്യമായിരുന്നു. അക്കാഡമിയിലെ ഫാക്കൽറ്റീസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടെ 6 മാസത്തെ കോഴ്സ് വളരെ നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിനോടൊപ്പം തന്നെ ഇവിടെ ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ചെന്നൈ നിഥാനി കമ്പനിയിൽ എനിക്ക് സെലക്ഷൻ നേടാൻ സാധിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ വാൽക്കരു കമ്പനിയിൽ കോയമ്പത്തൂർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും സെലക്ഷൻ കിട്ടി. കോഴിക്കോട് ജോബിൽ ലഭിച്ചു. തിങ്കളാഴ്ച വാൽക്കരു കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനറായിട്ട് ഞാൻ ജോയിൻ ചെയ്യുകയാണ്. ഈ ജോലി എനിക്ക് നേടിത്തരാൻ സഹായിച്ച കേരള സർക്കാരിനും ST ഡിപ്പാർട്ട്മെൻറ്റിനും AMDക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കും.